കുടുംബസ്വത്ത് വീതം വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ പലപ്പോഴും വലിയ തർക്കങ്ങൾക്ക് കാരണമാകാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവർക്കൊരു മാതൃകയായ കുടുംബത്തെ കണ്ടെത്തരാം. വീതം വെച്ച് വന്നപ്പോൾ ബാക്കി വന്ന വസ്തുവിൽ ഉപകാരപ്രദമായ ഒരു സൗധം തീർത്തിരിക്കുകയാണ് തഴവ തെക്കുമുറി പടിഞ്ഞാറ് കോട്ടവീട്ടിൽ കുഞ്ഞുപിള്ള ദമ്പതികളുടെ 5 മക്കൾ. അച്ഛനമ്മമാരുടെ സമ്പത്ത് വീതം വെച്ച് 5 മക്കൾക്കും നൽകിയെങ്കിലും ചെറിയൊരു തുണ്ടു ഭൂമി കുടുംബം നിലനിന്നിരുന്ന സ്ഥലത്ത് ബാക്കി വന്നിരുന്നു. ഇത് മക്കൾ വീതിച്ചെടുക്കാതെയാണ് അവിടെ ഒരു കെട്ടിടം പണിതത്. ഏതു മക്കൾക്കും ബന്ധുക്കൾക്കും ഏതു സമയത്തും വന്ന് താമസിക്കാനും സമയം ചെലവഴിക്കാനും ഒത്തുകൂടാനും ഒരു ഹാളായിട്ടും അതിൽ എല്ലാവിധ സൗകര്യങ്ങളും കൂടി ഒരു ഫോട്ടോ ഗ്യാലറിയോട് സംഘടിപ്പിച്ചുകൊണ്ടാണ് നിർമ്മാണം. അതിലുപരി നാട്ടിലെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി അമ്മയുടെ പേരിൽ സ്ഥലം നൽകി. അതിൽ ഒരു അങ്കണവാടിയും പണിതീർന്നു. ഒപ്പം നാരായണ ഗുരുദേവ മന്ദിരം പണിയുന്നതിനുള്ള വസ്തുവും ഈ കുടുംബമാണ് നൽകിയത്. ഇതിൻ്റെ ഉദ്ഘാടനം CR മഹേഷ് MLA നിർവഹിച്ചു. ഞങ്ങളുടെ എല്ലാ അച്ഛനെപ്പോലെയും അമ്മയെപ്പോലെയും ഏറെ വേണ്ടപ്പെട്ട മരണപ്പെട്ടുപോയ ശ്രീ കുഞ്ഞുപിള്ള കോട്ടവീട്ട് ശ്രീ കുഞ്ഞുപിള്ള അവരുടെയും അതുപോലെ ഞങ്ങളെല്ലാവരും അമ്മയെന്ന് വിളിക്കുന്ന ലളിതമ്മ അമ്മയുടെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് മക്കൾ ഇവിടെ SNDP യൂണിയൻ്റെ സെക്രട്ടറി ശ്രീ സോമരാജൻ അവരുടെ സാന്നിധ്യം തന്നെ ഈ ചടങ്ങിന് പകിട്ട് പകരുകയാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത ഈ കാലഘട്ടത്തിൽ, മാതാപിതാക്കളെ നടതള്ളുന്ന ഈ കാലഘട്ടത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഈ മക്കളെ 5 പേരെയും വളർത്തി വലുതാക്കി അവരൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നു. അതിന് കാരണക്കാരായ അച്ഛനെയും അമ്മയെയും മരണപ്പെട്ടതിന് ശേഷവും ഓർക്കുന്ന ആ 5 മക്കൾക്കും കുടുംബാംഗങ്ങളുണ്ട്. അവരെല്ലാവരും ഏത് സമയത്ത് വന്നാലും ആരുടെയും വിലക്കില്ലാതെ സ്വാതന്ത്ര്യത്തോടുകൂടി വരാനും ഇവിടെ ഇരിക്കാനും ഒരുമിച്ച് കൂടാനും ഭക്ഷണം കഴിക്കാനും താമസിക്കാനും ഉതകുന്ന മനോഹരമായ ഒരു സ്മാരകം. കരുനാഗപ്പള്ളി SNDP യൂണിയൻ സെക്രട്ടറി K സോമരാജൻ കെട്ടിടത്തിന്റെ സമർപ്പണം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം M മുക്, ത്രിദീപ് കുമാർ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.